നമ്മുടെ രാജ്യത്തുണ്ട്. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഈ കമ്പ്യൂട്ടർ മേഖലകളിൽ നൈപുണ്യം നേടിയിരിക്കുന്നത് ആരാ? മലയാളികളാണ്. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ കൊച്ചാക്കി കാണണ്ട. ഈ കോഴിക്കോട് എലത്തൂര് നിന്ന് ഒരു മുജീബ് റഹ്മാൻ കൊച്ചിയിലെ സൈനിക ക്യാമ്പിലേക്ക് വിളിച്ചിട്ട്, നാവികസേനാ ക്യാമ്പിലേക്ക് വിളിച്ചിട്ട്, ഇനി അതല്ല കരസേനയാകട്ടെ, വ്യോമസേനയാകട്ടെ, നാവികസേനയാകട്ടെ, അവിടെ വിളിക്കുക. നാവികസേനയല്ല വിളിച്ചത് കേട്ടോ. വിളിച്ചിട്ട് അല്ല INS വിക്രാന്ത് എവിടെ എത്തി? നിങ്ങളാരാ? ഞാൻ രാഘവനാണ്. രാഘവൻ ശരി, രാഘവൻ പറയൂ, എവിടെ നിന്നാ വിളിക്കുന്നത്? നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നാണ്. ആണോ? നരേന്ദ്രമോദി എന്നോട് ചോദിച്ചു വിക്രാന്തിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞോ. അവരെന്തോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ ചോദിച്ചപ്പോൾ അണ്ണന് പറയാൻ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ലോക്കൽ നമ്പറിൽ നിന്ന് ഒരാൾ വിളിക്കുവോ? അപ്പോ അവർക്ക് മനസ്സിലായി ഇത് ഫേക്ക് ID ആണെന്ന്. അവിടെ നിന്ന് 10 മിനിറ്റ് പോലും ആയില്ല, എലത്തൂര് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഫേക്ക് രാഘവന്റെ വീട് പട്ടാളം വളഞ്ഞു. അത്ര നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മുടെ രാജ്യത്തിന് ശേഷിയുണ്ടെന്ന്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ നമുക്കാദ്യം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിട്ടൊരു മതിപ്പുണ്ടാകണ്ടേ. ഈ രാജ്യത്തെ സംബന്ധിച്ച് മതിപ്പില്ലാത്തത് കൊണ്ടും ഈ രാജ്യം വികസിക്കാനും പുരോഗതി പ്രാപിക്കാനും ആഗ്രഹിക്കാത്തത് കൊണ്ടുമാണ് എവിടെയും ഈ രാജ്യത്തെ ഇകഴ്ത്തി സംസാരിക്കാൻ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരുന്നത്. അവരുടെ മതമേതാണെന്ന് നോക്കിയാൽ, അവരുടെ പേരേതാണെന്ന് നോക്കിയാൽ, അവര് പറയുന്ന വിഷയത്തിന്റെ കൃത്യമായിട്ടുള്ള ഗൗരവം നമുക്ക് മനസ്സിലാകും. പാകിസ്ഥാനെ അങ്ങേയറ്റം പ്രേമിക്കുകയും സ്നേഹിക്കുകയും പാകിസ്ഥാനോട് കൂറ് കാണിക്കുകയും ചെയ്യുന്ന ഈ വിഭാഗം തലയ്ക്കകത്ത് ആളുതാമസവുമില്ല. ഇവന്റെ ഫോൺ ഉപയോഗിക്കാതെ വേറെ ഒരുത്തന്റെ ഫോൺ ഉപയോഗിച്ചിട്ട് നാവിക ക്യാമ്പിലേക്ക് വിളിച്ചാൽ ഇവൻ പിടിക്കപ്പെടില്ല എന്ന് ഇവൻ വിചാരിച്ചോ? ഇവന് മനോരോഗമുണ്ടെങ്കിൽ ഇത്തരം പഴുതുകളൊക്കെ അടയ്ക്കാൻ ഇവൻ അറിയാമായിരുന്നല്ലോ. എന്തേ ഇവൻ മുജീബ് റഹ്മാൻ എന്ന പേര് പറയാത്തത്? ഇവനെന്താ രാഘവൻ എന്ന പേര് പറഞ്ഞത്? ഇവൻ കോഴിക്കോട് എലത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്, ഞാൻ കേരളത്തിൽ നിന്നാണ് എന്ന് പറയാൻ എന്തേ ഈ മനോരോഗിക്ക് സാധിക്കാതെ പോയത്? ഇവൻ എന്തുകൊണ്ടാണ് രാഘവൻ എന്ന പേരും നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നുമാണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇതൊരു വിചിത്രമായ മനോരോഗമാണല്ലേ. തുണി പൊക്കി അവന്റെ അടിയിൽ നിന്നും ഒരു മുടി പറിച്ച് തുളസിത്തറയിൽ ഇടുന്നതുവരെ അവന് മനോരോഗമില്ല. ഗുരുവായൂരിൽ പാരഡൈസ് ഹോട്ടൽ ഉടമ ചെയ്തത് ബൈബിള് കത്തിക്കുമ്പോൾ മാത്രമാണ് അവന് മനോരോഗമല്ലേ. എന്തേ അവന്റെ മനോരോഗത്തിനൊരു ഖുർആൻ കത്തിക്കാൻ തോന്നാത്തത്? എന്തേ അവനൊരു ഭഗവത്ഗീത കത്തിക്കാൻ തോന്നാത്തത്? എന്തുകൊണ്ടാണ് ഒരു കരണത്തടിച്ചാൽ അടുത്ത കരണം കാണിച്ചു കൊടുക്കുന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ തന്നെ അവൻ വ്രണപ്പെടുത്താൻ എന്താ കാരണം? ഒരു വിചിത്രമായ മനോരോഗമാണല്ലോടെയപ്പ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, മദ്രസകൾ മുതൽ കലാലയങ്ങളിലൂടെ ഒരുപാട് ഭീകരവാദികളെയും തീവ്രവാദികളെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദ സംഘടനകൾ അവർ ചിലരെ കരുവാക്കിയെടുത്തിട്ടുണ്ട്. ആ കരുവാക്കലിൽ നമ്മുടെ പല മക്കളും വീണുപോയിട്ടുണ്ട് എന്നതൊന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ നമ്മൾ പലതവണ കണ്ടതാണെങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ഗൗരവത്തോടുകൂടി എടുക്കുകയും ഒരുപാട് പാകിസ്ഥാൻ ഫാൻസും ഇന്ത്യ വിരുദ്ധരും ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ വീഡിയോ ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് കാണണം, കേൾക്കണം, ചിന്തിക്കണം, ശക്തമായ രൂപത്തിൽ പ്രതികരിക്കണം. ഞാൻ നിങ്ങളോട് പ്രതികരിക്കണമെന്ന് പറയാൻ കാരണം, നമ്മുടെ ചാനലുകളിൽ വരുന്ന കമന്റുകൾ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ രാജ്യത്തിന്റെ അധികാരികൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എൻ്റെ വീഡിയോകളിൽ പലതും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എത്ര പേരാണ് ഈ രാജ്യത്തെ വിരോധികളെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്, രാജ്യദ്രോഹികളെ എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും നമ്മുടെ കമന്റ്സുകളിലൂടെ അധികാരികൾക്കൊന്നും മനസ്സിലാകട്ടെ. പേടിപ്പിക്കണം അവര് നമ്മളെയല്ല ഇനി പേടിപ്പിക്കേണ്ടത്. മോഡി അമിത്ഷാ പറഞ്ഞല്ലോ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ പേടിപ്പിക്കണം. അവര് നമ്മളെയല്ല ഇനി പേടിപ്പിക്കേണ്ടത്. മോഡി അമിത്ഷാ പറഞ്ഞല്ലോ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല.
ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മോദി ആ പറഞ്ഞ ഇഞ്ചുണ്ടല്ലോ, അമിത്ഷാ നിങ്ങളെ നിൽക്കുന്ന ഇഞ്ചുണ്ടല്ലോ, അത് നിങ്ങളുടെ അവസാനത്തെ ഇഞ്ചാണെന്ന് ഞാൻ കൊല്ലത്തിന് നിർത്തിച്ചാണ് പറയുന്നത്. ഇതിന്റെ പിന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇടമില്ല, നിങ്ങളുടെ വീട് പോകും, സൂക്ഷിച്ചു എന്ന് അമിത്ഷായെ മോദിയെ നമ്മൾ ഒരു മുദ്രാവാക്യം വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമോഫോബിക് ആവാൻ, മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത്, അല്ലേ? ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞു തരികയാണ്. എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു, എല്ലാവരും ഏറ്റു വിളിച്ചു, ഞങ്ങളും വിളിച്ചു, ഞാനും വിളിക്കാറുണ്ട്. പക്ഷെ അതിനിടയിൽ അവളോടൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ പറഞ്ഞു, നീ ആ മുദ്രാവാക്യം വിളിക്കല്ലേ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കന്യാകുമാരി ജനകീയമാക്കിയ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത്? ആസാദി അവരുടെ മുദ്രാവാക്യമല്ലേ, എന്തിനാ നിർത്താൻ പറഞ്ഞത്? പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, കശ്മീർ മാങ്കേ എന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത്. അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു. കാരണം ആ ആസാദിക്ക് പ്രശ്നമുണ്ട്. കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പം എടുത്തോണ്ട് പോകും. ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, RSSനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുദ്രാവാക്യങ്ങൾ? ആലോചിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഇസ്ലാമോഫോബിയെ ഏറ്റു വിളിക്കണം. അമിത്ഷാ തേരെ നാം, അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ്. ചെപ്പല ലിക്കർ, ചെപ്പല നക്കികളെ, നിങ്ങളുടെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ്. വിളിക്കില്ലേ? യോഗി മോദി തേരെ നാം, ദില്ലി പോലീസ് തേരെ നാം, UP പോലീസ് തേരെ നാം. അലനിയും താഹയും വെറുതെ വിട്ടില്ലെങ്കിൽ പിണറായി പോലീസ് തേരെ നാം, UP പോലീസ് തേരെ നാം, NRC തേരെ നാം, CAA തേരെ നാം, NPR തേരെ നാം. ആസാദിന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ്. നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട്. തോമിലിക്കർ പോലോ, അരെ ദോസ്ത പോലോ, NRC से, BJP से, अरे RSS से, अरे सुन ले मोदी, तो सुन ले अमित शाह, तू कुछ भी कर लो, तू कुछ भी कर लो. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, ജയിലിൽ അടച്ചോ, വെടിയുണ്ട വെച്ചോ, പോലീസിനെ വിളിച്ചോ, तू कुछ भी कर लो, तू जेल में डालो, तो पुलिस बुला लो, गोली मारो, मिलकर मांगे, जोर से मांगे, कश्मीर मांगे, UP भी मांगे, आसाम मांगे, तो कोल्लम मांगे, तो कोल्लम मांगे, NRC से, NPR से, OCAA से, हैदराबाद से, संघवाद से, ओबामाबाद से, संघवाद से. सलाम इत्तिफाद इनका. എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന യുവജനോത്സവത്തിന് ഇന്തിഫാദ അഥവാ പലസ്തീനികൾ ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യ സമരം എന്ന പേര് വരുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മുടെ രാജ്യത്തിനകത്താണ് രാജ്യവിരുദ്ധർ. ഈ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? എത്തേണ്ടടുത്ത് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. അതിൻ്റെ വിദ്യാഭ്യാസവും മുടങ്ങി. അതിൻ്റെ കുടുംബം ഇപ്പൊ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ചെറുതല്ല. ഇപ്പോ കാശ്മീരിനെ സ്നേഹിച്ചുകൊണ്ടും പാകിസ്ഥാനെ സ്നേഹിച്ചുകൊണ്ടും കാശ്മീരിനെ പാകിസ്ഥാനിലേക്ക് അടുപ്പിക്കാനും ഇന്ത്യയുടെ മുഖത്തു നോക്കി തുപ്പാനും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വാർത്ത വന്ന ആദ്യ ദിവസം മുന്നോട്ട് വന്നതാണ് മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന യുവാവ്. ഇവനെയും ഇവന്റെ കുടുംബത്തെയും ഒക്കെ ഈ നാട്ടിൽ ഇനിയും വച്ചു വാഴിക്കാൻ പാടുണ്ടോ? നമുക്ക് ഏതെങ്കിലും വ്യക്തിയോട് പ്രത്യേകമായിട്ടൊരു വിരോധവുമില്ല. നമ്മൾ എല്ലാവരെയും ഒന്നുപോലെ കാണുന്നു. നമ്മൾ ഇന്ത്യക്കാരാണ്. ആ രാജ്യ സ്നേഹം മാത്രമാണ് നമ്മുടെ സഹജീവികൾ എന്ന നിലയ്ക്ക് നമുക്ക് അവരോടുള്ളത്. പക്ഷേ